ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം, UK-യിൽ നിന്നും. കഴിഞ്ഞ ദിവസം UK-യിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് കുടിയേറിയ ഒരു മലയാളിയായ നിർമ്മൽ മാത്യു എൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം ചില ടിപ്സുകൾ മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തത്. അദ്ദേഹം ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചത്. സാധാരണഗതിയിൽ മലയാളികൾ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ വളരെ വിമുഖരാണ്. അവരെങ്ങാനും എന്നെക്കാളും ബെറ്ററായി പോയാലോ, രക്ഷപ്പെട്ടു പോയാലോ അവനങ്ങനെ വലിയ ആളാവണ്ട എന്നൊക്കെയുള്ള ചിന്താഗതികളാണെന്ന് തോന്നുന്നു പലർക്കും ഉള്ളത്. ആരും അങ്ങനെ ഇൻഫർമേഷൻസ് അധികം ഷെയർ ചെയ്യാറില്ല. ഏതായാലും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തന്ന നിർമ്മൽ മാത്യുവിന് നന്ദി പറയുന്നു. കാര്യത്തിലേക്ക് കടക്കാം. ഇത് UK-യിലെ ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് ടെസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ടാണ്. മാസങ്ങളുടെ കാത്തിരിപ്പാണിപ്പോൾ ഓരോ ടെസ്റ്റ് സെൻറ്ററിനും നമ്മൾ ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ നേരിടേണ്ടി വരുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് ഒരു ആപ്പ് ഉണ്ട്. അത് ഇതുപോലത്തെ നിരവധി വേറെ ആപ്പുകളുണ്ടാവും. അറിയാവുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ദയവ് ചെയ്ത്. ഈ ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡേറ്റിലാണോ നിങ്ങൾക്ക് ടെസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഡേറ്റിനോടനുബന്ധിച്ച് ടെസ്റ്റ് സ്ലോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സെൻറ്ററുകളുടെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മെസ്സേജായിട്ട് ലഭിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ടും ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഉടൻ തന്നെ ഏത് സെൻറ്ററിലാണ് ടെസ്റ്റ് ക്യാൻസൽ ആയിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ആപ്പ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. ചില ടെസ്റ്റ് സെൻറ്ററുകളിൽ എക്സാമിനേഴ്സ് ചിലപ്പോൾ ഓവർ ടൈം ചെയ്യാനായിട്ട് അവൈലബിലിറ്റി അറിയിക്കുമ്പോഴത്തേക്കിന് അവർ കൂടുതൽ ടെസ്റ്റ് സ്ലോട്ട്സുകൾ ഈ ടെസ്റ്റ് സെൻറ്ററുകൾ അലോ ചെയ്യാറുണ്ട്. അതും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുകൊണ്ട് ഇതൊരു പെയ്ഡ് ആപ്പാണെന്നാണ് നിർമ്മൽ പറഞ്ഞത്. ദയവ് ചെയ്ത് ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടുന്നുണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ആ ആപ്പ് കൂടെ തന്നെ ടെസ്റ്റ് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഡേറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് വരാൻ തുടങ്ങും. അപ്പോൾ ഒരു ആപ്പ് അതാണ്. പിന്നെ രണ്ടാമത്തെ ആപ്പ് നിർമ്മൽ തന്നത് ടെസ്റ്റ് റൂട്ട്സ്. അതായത് UK-യിലെ ടെസ്റ്റ് സെൻറ്ററുകളിൽ സാധാരണ അവർ കൊണ്ടുപോകുന്ന ടെസ്റ്റ് റൂട്ടുകളുണ്ട്. ആ റൂട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നാവിഗേറ്റർ പോലെ നമുക്ക് ആ റൂട്ടുകളിലൂടെ തന്നെ പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. ഈ ആപ്പും വളരെ പ്രയോജനപ്രദമാണ്. നിങ്ങൾ ഏത് ടെസ്റ്റ് സെൻറ്ററിലാണ് നിങ്ങൾ ടെസ്റ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ടെസ്റ്റ് സെൻറ്ററിൽ നിന്ന് പോകുന്ന റൂട്ടുകളിലൂടെ തന്നെ നിങ്ങളെ വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പരിശീലിക്കാവുന്നതാണ്. അത് ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ ആപ്പും വളരെയധികം ഉപകാരപ്രദമാണ്. ഇതും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടുന്നുണ്ട്. മൂന്നാമത് ഒരു ആപ്പ് ഉള്ളത്, അത് വളരെ അധികം ആവശ്യമുള്ളൊരു സംഭവമാണ്. പലർക്കും ഓവർ സ്പീഡ് കാരണം ക്യാമറയിൽ പെടുന്നുണ്ട്, ഫൈനുകൾ കിട്ടുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഉള്ള ഒരു ആപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. നിങ്ങൾ ഓവർ സ്പീഡ് ആകുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളെ അലേർട്ട് ചെയ്യും. അത് ഓവർ സ്പീഡിൽ പോകരുതെന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പരമാവധി തെറ്റുകൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ കാര്യം, ദയവ് ചെയ്ത് ആരും ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്യരുത്. ഇന്ന് രാവിലെ കൂടെ ഒരു ലേഡി എന്നെ വിളിച്ച് പറഞ്ഞു, അത് അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ അറസ്റ്റിലായിട്ട് ലോക്കപ്പിൽ കിടക്കുകയാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതി ചെറിയ ദൂരത്തൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ
നിങ്ങളുടെ കഷ്ടകാലമാണെങ്കിൽ നിങ്ങൾ ചെന്ന് പോലീസിൻ്റെ വായിൽ തന്നെ ചെന്ന് ചാടും, അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കുക. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഒഴിവാക്കുക പരമാവധി. അങ്ങനെ ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലരും ഈ മറ്റു രാജ്യങ്ങൾ, അതായത് ഈ UK അംഗീകരിച്ച ചില രാജ്യങ്ങളിൽ നിന്നുള്ള ലൈസൻസ് കൺവേർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പല ഫ്രോഡ് ടീമുകളും ആളുകളെ സമീപിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലൊന്നും നിങ്ങൾ ചിലപ്പോൾ പോയിട്ട് പോലും കാണത്തില്ല. നിങ്ങൾക്ക് ആ രാജ്യങ്ങളുടെ ലൈസൻസ് എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഫ്രോഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ലൈസൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കും, പക്ഷേ ഒരു ആക്സിഡൻറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യത്ത് പോയിട്ട് പോലും ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വലിയ ഒരു പ്രശ്നത്തിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് ഇത്തരം ഫ്രോഡ് പരിപാടികൾക്ക് വേണ്ടി പോകരുത്. കൃത്യമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് തന്നെ ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.